ശരിക്കും ഈ സീസണും അടുത്ത സീസണും എല്ലാം കണ്ടിട്ടായിരിക്കും ലക്ഷങ്ങൾ കൊടുത്ത വണ്ടിക്കകത്ത് ഇത്രയും സെറ്റ് വർക്ക് ചെയ്തത്. ഒരു നിമിഷത്തിൽ ഇതെല്ലാം വലിച്ചു പറിച്ചിട്ട് ഇനി ഇത് തിരിച്ച് ഇതേപോലെ സെറ്റ് വർക്ക് തിരിച്ചു ചെയ്യാനും അതിന്റെ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും ഇതെല്ലാം ഭയങ്കര വലുതായിരിക്കും. ശരിക്കും ബസ് മേഖലയിൽ സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞ് അടുത്ത കോളേജ് ട്രിപ്പിന്റെ സീസൺ തുടങ്ങാറായ സമയത്താണ് MVDന്റെ ഈ പെട്ടെന്നുള്ള പരിശോധനയും ഇതെല്ലാം കൂടെ വലിച്ചു പറിച്ചിടക്കും. ശരിക്കും ഇനി വരുന്ന ഇവിടെ ഒരു തരത്തിലും നമുക്ക് ബസ് മുതലാളിമാരെ കുറ്റം പറയത്തില്ല. കാര്യം വണ്ടിക്കകത്ത് അത്യാവശ്യം വർക്കില്ല, അപ്ഡേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ വണ്ടി ഓടത്തില്ല. കാര്യം ഇന്ന് ഞാനൊരു പാക്കേജറാണ്. ഒരു കോളേജിൽ ഒരു ട്രിപ്പ് എന്ന് സംസാരിക്കുമ്പോഴത്തേനും ഒരു 100 ഓപ്ഷനിൽ നിന്നായിരിക്കും ലാസ്റ്റ് ഒരു വണ്ടി സെലക്ട് ചെയ്യുന്നത്. അതാ വണ്ടീൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് അല്ലെങ്കിൽ വണ്ടീൻ്റെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇത്രയും ലക്ഷങ്ങൾ എടുത്തൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്താലേ പറ്റത്തുള്ളൂ. നമ്മുടെ MVDൻ്റെയൊക്കെ ഇത്രയും വലിയ കടുപിടുത്തങ്ങളിൽ ശരിക്കും നശിച്ചു പോകുന്ന നമ്മുടെ ടൂറിസം മേഖലയാണ്. നമ്മൾ ഈ വെള്ള കളർ, ഈ കളർ കോഡ് മാറി വൈറ്റ് കളറിലും ഇന്ന് ഈ മൈസൂർ കൂർഗി പോയി കിടക്കുമ്പോഴത്തേനും ഈ തമിഴൻ കന്നഡ വണ്ടിക്കാർക്കിടയിൽ ഏറ്റവും നല്ല വണ്ടി നമ്മൾ തന്നെയാണ്. ചെറിയ ചില വിട്ടുവീഴ്ചയൊക്കെ MVDന്റെ ഭാഗത്തുനിന്ന് ആവാം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ